നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ മിൽമയിൽ ജോലി ഒഴിവുകളുണ്ട്. അപ്പോൾ മിൽമയുടെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അപേക്ഷിക്കാം. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് നിയമനം നടത്തുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. ഡിഗ്രി ഉള്ളവർക്ക് കേരളത്തിൽ മിൽമയുടെ കീഴിൽ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ തന്നെ കേരളത്തിൽ മിൽമയുടെ കീഴിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തൂ. ഈ ജോലിക്ക് ഓൺലൈനായി മാർച്ച് 7 വരെയാണ് അപേക്ഷിക്കാവുന്നത്. തീർച്ചയായും പക്ഷേ മാർച്ച് 7 വരെ കാത്തിരിക്കരുത്. കാരണം മാർച്ച് 7 ആകുമ്പോഴേക്കും എല്ലാവരും ഇതുപോലെ തന്നെ വൈകി അപ്ലൈ ചെയ്യാൻ കാത്തിരിക്കുന്നവർ ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെർവർ ബിസിയാകും. ചിലപ്പോൾ അക്കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ അപേക്ഷ യഥാസമയം സമർപ്പിക്കാൻ സാധിക്കാതെ വരാം. അതുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ. കേരളത്തിൽ മിൽമയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ അവസരം വളരെ നല്ലതുമാണ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 36,750 രൂപയാണ് ശമ്പളമുള്ളത്. 40 വയസ്സിന് താഴെയുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കലാണ്. അതുകൊണ്ട് തന്നെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ കഴിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഒരു പ്രശസ്ത സ്ഥാപനത്തിൽ കുറഞ്ഞത് 3 വർഷത്തെ പരിചയം ചോദിക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പോസ്റ്റ് ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ തന്നെയാണ്. ഇതിനും വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നത് ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഒപ്പം തന്നെ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ചോദിക്കുന്നുണ്ട്. മിൽമയിൽ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വിവിധ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ യോഗ്യതയുണ്ടെങ്കിൽ തീർച്ചയായും ഓൺലൈനായി നിങ്ങൾ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കൂ. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് 7 ആണ്. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കാം. ഔദ്യോഗിക വിജ്ഞാപനം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജോലിക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.